നമ്മൾ ഈ 35-40 വയസ്സായ ആൾക്കാരൊക്കെ അല്ലേ, 35 മുതൽ 40 ഏകദേശം അത്ര ഭാഗ്യം ചെയ്യുന്ന ആൾക്കാരല്ലേ. നോക്കാം, നമ്മൾ ആ 90കളിലെ കല്യാണം ഒരു വീഡിയോ ആണ് കാണുന്നത് അല്ലേ. ആ സമയത്ത് എന്താ മുഖത്ത് സന്തോഷം ആൾക്കാർ നോക്കിയാൽ. ആ ഇരുമ്പിൻ്റെ കസാല, ആ ഇരുമ്പിൻ്റെ കസേരയിൽ നമ്മൾ ഇരുന്ന്, ആർക്കും പൊണ്ണത്തടിയില്ല, വയറ് ചാടിയിട്ടില്ല, കഷണ്ടിയില്ല അല്ലേ. ആരുടെ കയ്യിൽ മൊബൈലില്ല, അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഒരാളുടെ കയ്യിൽ മൊബൈലില്ല ആ സമയത്തൊക്കെ അല്ലേ. അപ്പോൾ ആ ജോയ് കൊണ്ടുവരും, ജോയ് നല്ല കറുപ്പ് കുപ്പി ജോയും, അതുപോലെ തന്നെ ഓറഞ്ച് കളറിൻ്റെ ജോയ്. അപ്പോൾ കൊണ്ടുവന്ന കോൾഡ് ഡ്രിങ്ക്സ് ജോയ് എന്ന് പറയും, JOY. അതിൻ്റെ നമുക്ക് കുടിക്കുക സ്ട്രോ ഇട്ടിട്ട്. അപ്പോൾ സ്ട്രോ ഇട്ടിട്ട് കുടിക്കാൻ ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആണ് അല്ലേ. ആ സ്ട്രോ എനിക്ക് ആ ഓറഞ്ച് കളറല്ല, ഞാൻ കറുപ്പ് കളർ ഭയങ്കര ഇഷ്ടമാണ്, ജോയ് എന്ന് പറയും. അപ്പോൾ ഞാൻ 2 കുപ്പിയൊക്കെ മേടിക്കും. എന്നിട്ട് ആ സ്ട്രോ എന്ത് ചെയ്യും, ആരും അറിയാതെ നല്ല പോക്കറ്റിലോട്ട് കുടിച്ചതിന് ശേഷം എന്നിട്ട് ആ സ്ട്രോ കൊണ്ടുപോയിട്ട് ഞാൻ വീട്ടിൽ ഗ്ലാസ്സിൽ വെള്ളമൊക്കെ കുടിക്കുന്ന ആ ഒരു കാലഘട്ടം ഉണ്ടായി. ഞാൻ SSLC പഠിക്കുന്നത് വരെ ആ ഒരു കാലഘട്ടത്തിൽ. അപ്പോൾ മൊബൈൽ SSLC പഠിക്കുന്നത് വരെ മൊബൈലില്ല. അപ്പോൾ ഈ കാലഘട്ടത്തിലൊക്കെ എന്തൊരു സന്തോഷം, പരസ്പരം ചിരിക്കുന്നുണ്ട്, മുഖം നോക്കുന്നുണ്ട്, എന്ത് ആ ഒരു മനസ്സ് തുറന്ന് സംസാരിക്കുന്നു, ചിരിക്കുന്നു. എന്താ എല്ലാവരുടെയും ഒരാൾക്കും ടെൻഷനില്ല. അപ്പോൾ വലിയ ഭക്ഷണമൊന്നുമില്ല, ഇതുപോലെ ഇന്നത്തെ പോലെ ഒരു ബഫേ സിസ്റ്റം ഇല്ല, 4-5 ഐറ്റം ഒന്നുമില്ല. അവിടെ ഒരു സപ്പ കൊണ്ടുവരും, പിന്നെ എല്ലാവരും റെഡി ആയെങ്കിൽ ഓരോ ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് ഓരോ പിടിച്ചിരും. ബിരിയാണി അവിടെ ഇരിക്കും, ആ മേശയിൽ വേറെ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോകണ്ട, അവിടെ തന്നെ കൊണ്ടുതരും നല്ല ബിരിയാണി. ആ ബിരിയാണിൻ്റെ മണം, മട്ടൻ്റെ മണം, ചിക്കൻ്റെ ആ ഫ്രൈ, ഒരു പീസ് ചിക്കൻ ഉണ്ടാവും, മട്ടൻ ഉണ്ടാവും, കഴിഞ്ഞു, വേറെ ഒന്നുമില്ല. നേരെ പിന്നെ പോകുന്ന എങ്ങോട്ടെന്ന് അറിയോ, ഞങ്ങൾ ചോറ് കഴിച്ചിട്ട് നേരെ പോകുന്ന പുയ്യാപ്പിള്ള കൊണ്ടുവന്നൊരു ചടങ്ങുണ്ട്. അപ്പോൾ പുയ്യാപ്പിളിൻ്റെ ചടങ്ങ് എന്ന് പറയുമ്പോൾ നമ്മൾ ചെറുപ്പത്തിൽ നമ്മൾ ബസ്സിൻ്റെ അവിടെ പോയി സീറ്റ് ബുക്ക് ചെയ്യും. പക്ഷേ പ്രശ്നം എന്ന് വെച്ചാൽ അവിടെ തന്ത വൈബ് പോലത്തെ കുറച്ച് ആൾക്കാരുണ്ട്. നമ്മൾ ബസ്സിൽ പോയി ഇരുന്നാൽ നമ്മളെ ഇറങ്ങടാറെന്ന് വെച്ചിട്ട് നമ്മളെ ഇറക്കും. പിന്നെ പെണ്ണുങ്ങളൊക്കെ ഇരുന്ന് സീനിയേഴ്സെല്ലാം ഇരുന്ന് സ്ഥലം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളെ കിട്ടും. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യും. പിന്നെ ജീപ്പിൽ കയറ്റുന്ന സ്ഥലം ഉണ്ടാകും, ഇങ്ങനെ വെയിറ്റ് ചെയ്യും. പിന്നെ എല്ലാം കഴിഞ്ഞാൽ 2:30 മണി 3 മണി സമയമാകുമ്പോൾ അത് ബസ് വിടാൻ സമയം ഉണ്ടോ, കയറിക്കോളൂ വരുമ്പോൾ നമ്മളിങ്ങനെ കയറും, സീറ്റ് ബുക്ക് ചെയ്യും. അപ്പോൾ ഒരു സന്തോഷം, പുയ്യാപ്പിള സീറ്റ് കിട്ടിയല്ലോ, നമ്മളെ കൊണ്ടുപോകുന്നല്ലോ എന്ന് പറയുമ്പോൾ, കൊണ്ടുപോകുന്നല്ലോ എന്ന് പറയുമ്പോൾ എന്താ സന്തോഷം ആ ബസ് ഒക്കെ. പിന്നെ അവിടെ പോയി പുയ്യാപ്പിളിൻ്റെ തായും കൊട്ടി, പിന്നെ ഈ ബുൾഡോസറിൽ കൊണ്ടുവന്ന ചടങ്ങില്ല, പിന്നെ മഞ്ഞ കല്യാണം ഇല്ല, ഗ്രൂമിങ് ഇല്ല, ഒന്നുമില്ല. നേരെ മര്യാദയ്ക്ക് തായ്ക്കൊട്ടി പാട്ടും പാടി പുതിയാപ്പിളിനെ കുറച്ച് അവിടെ പന്തലിൽ പാട്ട് പാടി പുയ്യാപ്പിളിനെ കൊണ്ടുപോയി. പിന്നെ അവരുടെ പാടായി. അപ്പോൾ അവിടെ ഡാൻസ് കളിക്കാൻ ഉപ്പയും ഉമ്മയും വരുന്നില്ല. പെണ്ണാണെങ്കിലോ പുതിനാരിയാണെങ്കിലോ മുഖം കാണിക്കുന്നില്ല, നാണത്തിന് മുഖം പോലും കാണിക്കാതെ ഇങ്ങനെ വന്ന് ഇങ്ങനെ ഗ്ലാസ്സിൽ ഇങ്ങനെ പാല് കുടിക്കും, വേറെ ഒന്നും മുഖം ഒന്നും കാണിക്കാം. അപ്പോൾ ക്യാമറ മൊബൈലൊന്നും ഇല്ലല്ലോ, പിന്നെ ഡാൻസ് ഇടയില്ല, മഞ്ഞൊക്കെ ഒന്നുമില്ല. എന്ത് മനസ്സ് തുറന്നൊരു സന്തോഷമായിരുന്നു ആ സമയത്തൊക്കെ. അതാണ് ഈ കുടവയറില്ല, ടെൻഷനില്ല. ഇപ്പം എല്ലാ സൗകര്യമുണ്ട്, മൊബൈലുണ്ട്, എല്ലാം ഉണ്ട്. എന്നിട്ട് തിന്നിട്ട് വയറ് വരുന്നു, സുഖേട് വരുന്നു, ക്യാൻസർ വലിയ മാരകമായ. അന്ന് ഇതൊന്നും കാണാത്ത ഈ ക്യാൻസറൊന്നും അപ്പം അറിയില്ല. ഇപ്പം എല്ലാം ക്യാൻസറും പിന്നെ പെട്ടെന്ന് അറ്റാക്കായി മരിക്കും 35 വയസ്സ് 40. എല്ലാം എന്ത് ഈ ഭക്ഷണം കഴിച്ചിട്ട്. പിന്നെ ടെൻഷന് വരുന്നു, മൊബൈൽ നോക്കിയിട്ട് ഡിപ്രഷന് വരുന്നുണ്ട്, ആൾക്കാരോട് സംസാരിക്കുന്നില്ല, പെട്ടെന്ന് ചോറ് കഴിച്ചിട്ട് പോകുന്നുണ്ട്, പിന്നെ മൊബൈൽ നോക്കുന്നുണ്ട്. അപ്പം അങ്ങനെയല്ല, നമ്മൾ ചോറൊക്കെ വെച്ചിട്ട് പിന്നെ നേരെ കണ്ടത്തിൽ ക്രിക്കറ്റ് കളിക്കാൻ പോകും. 12 മണിക്ക് ഞായറാഴ്ചയാണ് കല്യാണം. ശക്തിമാൻ എന്നുള്ളൊരു സംഭവമുണ്ട്, ശക്തിമാൻ. അത് കഴിഞ്ഞിട്ടേ നമ്മൾ കല്യാണത്തിന് പോകുള്ളൂ. അത് വേറെ ഒരു നമുക്ക് എൻ്റർടൈൻമെൻറ്റ്. ശക്തിമാൻ 12 മണിക്ക് തുടങ്ങും. പിന്നെ നമ്മൾ എന്താ ക്രിക്കറ്റ് കളിക്കാൻ പോകും. പിന്നെ നമ്മൾ പുയ്യാപ്പിളക്കൻ്റെ എന്താ പോകുന്നില്ലെങ്കിൽ പോയാൽ തന്നെ നമുക്കൊരു ടെൻഷൻ ഉണ്ട്. 4 മണിക്ക് മലയാള സിനിമ ഉണ്ട്. അത് ആഴ്ചയിൽ ഒരു പ്രാവശ്യം നമ്മൾ സിനിമ കാണുന്നുള്ളൂ, ഞായറാഴ്ച. അതും ബ്ലാക്ക് ആൻഡ് വൈറ്റ് TV. എൻ്റെ വീട്ടിൽ SSLC പഠിക്കുന്നവർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് TV ആയിരുന്നു. ഞായറാഴ്ച 4 മണിക്ക് പിന്നെ ക്രിക്കറ്റ് കഴിഞ്ഞിട്ട് കളി എല്ലാവരും ഒരുമിച്ച് പോയിട്ട് TV കാണും. TV കാണുമ്പോൾ ലോക്ക് ചെയ്യും. 4 മണി കഴിഞ്ഞാൽ ആൾ കയറ്റുന്നില്ല അപ്പുറത്തെ വീട്ടിൽ. അങ്ങനെ പിന്നെ സിനിമ കാണും. ഇനി പുയ്യാപ്പിളൊക്കെ പോയാൽ സിനിമ നഷ്ടമാകുന്നിട്ട് ആ ഒരു ടെൻഷൻ വേറെ. പിന്നെ പുയ്യാപ്പിള നോക്കാം, മുഖത്തൊക്കെ ഒരു സന്തോഷം ഇപ്പിളെ കൊണ്ടുപോകുമ്പോൾ അല്ലേ. അവിടെ പോയി അവിടെ ഇരുത്തും ചടങ്ങ്, ഇരുമ്പിൻ്റെ കസാലയിൽ ഇരുത്തും. എന്നിട്ട് വേണ്ടതൊക്കെ പുയ്യാപ്പിള കൊടുക്കും. പുയ്യാപ്പിള നാണത്താൽ ഇങ്ങനെ നോക്കും. അപ്പം ഇപ്പോഴത്തെ ഫ്രീക്കാൻ പിള്ളേരുണ്ട് അവിടെ. പിള്ളേർ ഇപ്പോഴത്തെ പോലെ മുടിങ്ങനെയല്ല. അവിടുത്തെ ഫ്രീക്ക് നല്ല സാധാരണ ഒരു വെൽവെറ്റ് പാൻറ്റും ഒരു ഇവിടുത്തെ ബട്ടൺ എടുത്തിട്ടുള്ളൊരു ഷർട്ട് ഫ്രീക്കനായി. ഒരു 2 ബട്ടൺ എടുത്ത ഫ്രീക്കനായി. പിന്നെ വെൽവെറ്റ് പാൻറ്റൊക്കെ ഇരുന്നിട്ട് അവർ പുയ്യാപ്പിളത്തെ മാത്രമേ ഇരിക്കും. അവിടെ ഇരുന്നിട്ട് അവർ കഴിക്കും. നല്ല അവരുടെ മുഖത്ത് ഇതെല്ലാം എക്സ്പ്രഷനൊക്കെ നോക്കിയേ അല്ലേ. എന്തൊരു കാലഘട്ടമായിരുന്നല്ലേ വൈ. നമുക്ക് അൽഹംദുലില്ലാ നമ്മളൊക്കെ അത് അനുഭവിച്ചു. ഇപ്പോഴത്തെ 20 കിഡ്സിന് ഇതൊന്നും പറഞ്ഞാൽ കയറില്ല, തലയിൽ കയറില്ല. ഇതൊക്കെ അവർ അനുഭവിച്ചിട്ടില്ല. നമ്മൾ അൽഹംദുലില്ലാ ഇങ്ങനത്തെ എല്ലാം ജീവിതം. അപ്പം നമ്മൾ വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടായിരുന്നു അല്ലേ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് TV ഉണ്ടായിരുന്നു. അപ്പോൾ ഒന്നും തിന്നാനില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കും, നമ്മളെ മുകളിൽ നോക്കിയിട്ട് അവൻ്റെ കളർ TV ഉണ്ട്, അവന് ഇഷ്ടം പോലെ പൈസ. അപ്പോൾ തന്നെ പുയ്യാപ്പിള്ള കൊണ്ടതിന് ഓരോ വീട്ടിൽ 4-5 ബൈക്കോ കാറോ ഒന്നുമില്ല. ഒരു ബൈക്ക് ഉണ്ടെങ്കിൽ ഒരു കാറുണ്ടാവും, വില കോടീശ്വരൻ.
ഉണ്ടായി ഒരു വീട്ടിൽ, ആരടുത്തില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ബൈക്കുള്ളവനെ നോക്കിയിട്ട് എൻ്റെ ബൈക്ക് ഉണ്ട്, എൻ്റെ കാറുണ്ട്, കളർ ടി വി ഉണ്ട് പറഞ്ഞ് നമ്മൾ ടെൻഷൻ അടിക്കുക. ഇപ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോൾ ആ കാലഘട്ടം എന്ത് സുഖമായിരുന്നു എന്നല്ല. ഇപ്പോൾ നമ്മളടുത്ത് കാറുണ്ട്, ബൈക്കുണ്ട്, മൊബൈലുണ്ട്, പക്ഷെ ആ ഒരു സുഖം, അന്നത്തെ ആ ഒരു സുഖം ഇപ്പോൾ കിട്ടുന്നില്ല. നമ്മൾ ഇതെല്ലാം ഉണ്ടായിട്ട് നമ്മൾ സൗകര്യം ഉണ്ടായിട്ട് നമ്മൾക്കിപ്പോൾ സമയം തീരെ ഇല്ല. പണ്ടാണെങ്കിൽ ഒരുപാട് സമയം ഉണ്ടായിരുന്നു, പക്ഷെ സൗകര്യങ്ങളില്ല. സമയം ഇഷ്ടം പോലെ ഉണ്ട് സംസാരിക്കാൻ, സൗകര്യമില്ല. ഇപ്പോൾ സൗകര്യം കൂടി, സമയമില്ല. അപ്പോൾ ഏതാണ് നല്ലത്? പഴയകാലം തന്നെ. അതിപ്പോൾ അപ്പം നമുക്ക് മനസ്സിലായിട്ടില്ല, ഇപ്പം മനസ്സിലാകുന്നുണ്ട്. അതാണ് അപ്പോൾ നമുക്ക് ജീവിക്കാൻ പറ്റും, നമ്മൾ തെളിയിച്ചതാണ്. അങ്ങനെ ആഡംബരമില്ലാത്ത ജീവിതം നമുക്ക് പറ്റുമെന്ന് നമ്മൾ തെളിയിച്ച് വന്നതാണ്. പക്ഷേ ഇനി പറ്റില്ല. പറ്റുന്നവരുണ്ട്, അവരൊക്കെ ഉള്ളത് കൊണ്ട് സംതൃപ്തിപ്പെട്ട് ഇത് പണ്ടത്തെ പോലെ തന്നെ കല്യാണം കഴിച്ചിട്ട് നോർത്തിലൊക്കെ ഉണ്ട്, കേരളത്തിലുണ്ട് ചില വീടുകളിൽ അവരുള്ളത് കൊണ്ട് സംതൃപ്തിപ്പെട്ട് ഇതേപോലത്തെ ജീവിതം നയിക്കുന്ന ആൾക്കാരുണ്ട്. അവർ നല്ല സന്തുഷ്ടരാണ്, ഉള്ളത് കൊണ്ട് സന്തുഷ്ടപ്പെടുന്ന ടെൻഷനില്ല. അപ്പോൾ സോഷ്യൽ മീഡിയ ഒന്നുമില്ല. വേറൊരു കാരണം, അപ്പോൾ സോഷ്യൽ മീഡിയ ഇല്ല. സോഷ്യൽ മീഡിയ ഇല്ലാത്ത ആരും എന്തൊക്കെയോ കാറ് മേടിച്ചതും ഇവിടെ നല്ല ജോലി കിട്ടിയതൊന്നും അവർ അറിയുന്നില്ല. മറ്റുള്ളവരെ നോക്കാനുള്ള ഒരു സൗകര്യം ഇല്ലാത്തത് കൊണ്ട് എന്തായി, ആർക്കും ടെൻഷൻ ഇല്ല. ഇപ്പം എന്തായി, എല്ലാം കാണുന്നു, റീൽസ് കാണുന്നുണ്ട്, സ്റ്റാറ്റസ് കാണും, ഒരു കല്യാണം സ്റ്റാറ്റസ് ഇട്ട് റീൽസ് ഇട്ട്. അപ്പോൾ അതിനെ നോക്കുമ്പോൾ ഈ ചങ്ങായിക്ക് ടെൻഷനായി, അസൂയ വരുന്നുണ്ട്, കണ്ണീർ വരുന്നുണ്ട്. അപ്പോൾ ഇവനുള്ളത് കൊണ്ട് ഒരു സംതൃപ്തി ഇടാൻ പറ്റുന്നില്ല, അതുപോലത്തെ കാറ് മേടിക്കണമെന്നൊരു, അതാണ് ഇപ്പോഴത്തെ ഒരു കമ്പയർനെസ് വന്നപ്പോൾ സമാധാനം നഷ്ടപ്പെട്ടു. അപ്പോഴത്തെ കാലത്ത് സോഷ്യൽ മീഡിയ ഇല്ല, കമ്പയർനെസ് ഇല്ല, അപ്പോൾ ഉള്ളത് കൊണ്ട് സമാധാനം, സന്തോഷം. അപ്പോൾ അതൊക്കെയാണ് ജീവിതം അല്ലേ. അതൊക്കെ നമ്മൾ അനുഭവിച്ചവരാണ്, 90s ജീവിച്ച ആൾക്കാരൊക്കെ അല്ലേ. നിങ്ങൾ കമന്റ് എന്ത്, ആ സമയത്തുള്ള ജീവിതം എന്ത് അല്ലേ, സ്വർഗത്തിൽ ഗോൾഡൻ ലൈഫ് 90s ഇറ, അതായത് ആ ഒരു നോസ്റ്റാൾജിയ. ഞാൻ അധികം വീഡിയോ നോക്കുന്നത് പഴയകാല വീഡിയോ ആണ്, നോസ്റ്റാൾജിയ 90s. എനിക്ക് എത്ര നോക്കിയാലും അത് ഒരു ഫീലിംഗ് വരുന്നുണ്ട്, പിന്നെയും കാണണമെന്നുള്ള ഒരു ഫീലിംഗ്. ആ സമയത്ത് എന്ത് ജീവിതം പയ്യെന്ന് കളിയാക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നോക്കുമ്പോൾ അതൊക്കെ ഒരു സ്വർഗ്ഗ ജീവിതമായിരുന്നു അല്ലേ. ഈ 38-40 വയസ്സുള്ള ആൾക്കാരായ നമ്മളെല്ലാം എത്ര ഭാഗ്യം ചെയ്ത ആൾക്കാരല്ലേ. നമ്മൾ ആ സമയത്ത് എന്ത് ടെൻഷൻ ഉണ്ടാ.